തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില. തൻ സൗരഭ്യം പരത്തുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തൻ സൗന്ദര്യം ഞാൻ ദർശിക്കുമെൻ കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനെ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില. തൻ സൗരഭ്യം പരത്തുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തൻ സൗന്ദര്യം ഞാൻ ദർശിക്കുമെൻ കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനെ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഒന്നാമത് ഈ ഭാഗത്ത് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളെ വിശുദ്ധരാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ ഹിതമാണ് നാം അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്ന്. ഞാനും നിങ്ങളും മാത്രമല്ല, മുഴു ലോകവും രക്ഷപ്പെടണം. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകരുതെന്ന് സ്വർഗം ആഗ്രഹിച്ച് പുത്രനാം യേശുവിനെ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്. ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുത്തല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അവർ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്തിനാണ്? പോയി ഫലം കായ്ക്കാൻ. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മൾ ജനിച്ച വീട് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ആ ഭവനത്തിൽ ജീവിക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ആ സഭയിൽ ആയിരിക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ഇന്ന് ഓഫീസിലായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമാണ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവം നമ്മെ സ്നേഹിച്ചു. 2, ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലൻ, നമുക്ക് ഉള്ള ശുശ്രൂഷ അപ്പോസ്തലനാക്കിയിരിക്കുക, അയക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോസ്തലൻ്റെ ദൗത്യം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുവിൻ്റെ സുവിശേഷം പറയുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവവചനത്തെ ഉറപ്പിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി മറ്റുള്ളവരെ നേടുക എന്നുള്ളതാണ്. ഒന്ന് ദൈവ ഇഷ്ടമാണെങ്കിൽ 2 ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനാണ്. പൗലോസ് പറയാണ്, ഞാൻ ദൈവ ഇഷ്ടത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ തന്നെ ഞാൻ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനാണ്. ഞാനൊരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനും കൂടെയാണ്. ഞാൻ എവിടെയാണോ, ഞാൻ ഒരു ജോലിയിലാണോ, പക്ഷെ ഞാൻ അവിടെ യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട ആളാണ്, ഒരു അപ്പോസ്തലനൂടെയാണ്. നമ്മൾ മറന്നു പോകരുത്. അവിടെ ബ്രാക്കറ്റ് പറയാം, എഫെസോസിലുള്ള എന്ന് പറഞ്ഞാൽ
എഫെസോസിലുള്ളവർക്ക് വേണ്ടി കത്ത് എഴുതിയത്. പക്ഷേ ഇന്ന് ഈ കത്ത് നമ്മളോടുകൂടെയാണ് സംസാരിക്കുന്നത്. ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഇത് എല്ലാ കാലവും എപ്പം വായിച്ചാലും ആ വായിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്നുള്ളതാണ്. വിശുദ്ധന്മാർക്കും എങ്ങനെയാണ്? ക്രിസ്തുവേശുവിൽ. 3 പറയുന്നത് വിശുദ്ധന്മാർ. ആരാണ് വിശുദ്ധന്മാർ? മരിച്ചു കഴിഞ്ഞ് ആകുന്ന ആളുകളെയല്ല സഭ അല്ലെങ്കിൽ ഒരു സമൂഹം പ്രഖ്യാപിക്കുന്നവരല്ല വിശുദ്ധന്മാർ. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരായിത്തീരുകയാണ്. എങ്ങനെയാണ് നാം വിശുദ്ധരായിത്തീരുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളായി മാറുകയാണ്, വിശുദ്ധരായി മാറുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ സ്വയം വിശുദ്ധിയിലല്ല, യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ നമ്മളെ ദൈവമാക്കി തീർക്കുകയാണ്. നാം യേശുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളാകുമ്പോൾ നാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തം സകല പാപവും കഴുകിക്കളഞ്ഞ് നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ വിശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി മാറ്റുന്നു. 3 അതാണ് വിശുദ്ധന്മാർ. അപ്പം വിശുദ്ധന്മാരാണ് യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോഴും നമ്മളിലുള്ള കയ്പ്, ചില പാപ സ്വഭാവങ്ങളൊക്കെ നമ്മൾ കാണും. പക്ഷെ ആ ഇരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മാനസാന്തരപ്പെടുകയും നമ്മുടെ ഒരു പുതിയ ആളായി, വ്യക്തിയായി രൂപാന്തരപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ ദിനം തോറും നമ്മുടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് സഹായിക്കും. ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ട് ഒരുക്കി ആ മണവാട്ടിയെ ഇങ്ങനെ കളർ മങ്ങിയെടുത്ത് ഒരുക്കി ശരിയാക്കുന്നതുപോലെ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാക്കി നിർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദിനം തോറും ദൈവവചനത്തിലൂടെ നമ്മളെ ശുദ്ധീകരിക്കും. നമ്മളെ വചനമേറ്റെടുത്ത് ശുദ്ധരായിത്തീരുന്നു. 3 വിശുദ്ധരും ക്രിസ്തുവേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വാസികളായി മാറുക. വിശ്വാസികളായവർക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് വിശ്വാസം ഉണ്ടെന്നല്ല, ഇപ്പോഴും യേശു ജീവനോടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളായി നാം തീരുകയാണ്. അങ്ങനെയുള്ളവർക്കാണ് എഴുതുന്നത്. അങ്ങനെയുള്ളവർക്ക് എഴുതുന്നത് എന്താണ്? നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് പിതാവായി തീർന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പിതാവായ യേശു ക്രിസ്തുവിൽ നിന്നും എന്തൊക്കെ ഉണ്ടാകുന്നു? നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും, ഇന്ന് വചനം കേൾക്കുന്നുള്ള കൃപ അർഹിക്കാത്ത ആനുകൂല്യം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ. യേശുവിനെ ജനിക്കുമ്പോൾ മറിയോട് പറഞ്ഞ നിനക്ക് ദൈവ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ കിട്ടിയെന്നതിൻ്റെ അർത്ഥം. യേശുവിനെ കിട്ടിയ പിന്നെന്താ? അതോടുകൂടെ സകല അനുഗ്രഹവും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് സത്യം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് എന്തുണ്ടാകണം? കൃപ എന്ന് പറഞ്ഞാൽ യേശു, കൃപയും ദൈവത്തിൻ്റെ കൃപ, സമാധാനം. ലോകം തരുന്ന സമാധാനമല്ല, പണം തരുന്ന സമാധാനമല്ല, ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത, പണത്തിന് തരാൻ കഴിയാത്ത ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അതുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് സഹായിക്കട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണല്ലോ ഞങ്ങൾ ഭൂമിയിലായിരിക്കുന്നത്. ക്രിസ്തു യേശുവിനെ അയക്കപ്പെട്ടവരാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവപ്രവൃത്തി കാണേണ്ടവരും അപ്പോസ്തലന്മാരുടെ ദൗത്യം ചെയ്യേണ്ടവരുമാണല്ലോ. അനേകരെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞ് അവരെ ഉറപ്പിക്കേണ്ടവരാണല്ലോ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ,
കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്.